അങ്ങനെ ദൃശ്യം 3യുടെ റിലീസ് ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന റിലീസ് ഡേറ്റ് നമ്മുടെ മലയാളം ദൃശ്യം 3യുടെ അല്ല, ഹിന്ദി വെർഷൻ്റെ ആണ് റിലീസ് ഡേറ്റ് പുറത്ത് വന്നിരിക്കുന്നത്, അജയ് ദേവ്ഗൻ നായകനാകുന്ന സിനിമയുടെ. അപ്പോൾ അവർ പറയുന്ന റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 2 എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമ നിങ്ങളാരും പേടിക്കേണ്ട, ഒരിക്കലും ഈ സിനിമ ഹിന്ദി വെർഷനിലായിരിക്കത്തില്ല ആദ്യം ഇറക്കുന്നത്, ഒറിജിനൽ വെർഷനായിട്ടുള്ള മലയാളത്തിലായിരിക്കും ഇത് ആദ്യം ഇറങ്ങുന്നതിനാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഇതിൻ്റെ റിലീസ് ഡേറ്റിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ആദ്യം വന്നത് ഹിന്ദി വെർഷനാണ്. ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു ഡൗട്ടായിരിക്കുകയാണ്, ഇത് എന്താ സംഭവം, ഹിന്ദി വെർഷനാണോ ഇനി ആദ്യം വരുന്നത് എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. എങ്കിലും ജിത്തു ജോസഫ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മളിപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണ്, ഹിന്ദി വെർഷൻ അല്ലാതെ മലയാളം വെർഷൻ തന്നെ ആദ്യം വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ. ഇതിന് ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ ആണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമായിരുന്നു. ഇന്നാളൊക്കെ ആണെങ്കിൽ കുറച്ച് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, നൈറ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആ ഒരു വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു അനൗൺസ്മെൻറ്റ് പുറത്തു വിടാമെന്നുള്ള രീതിക്കാണ് തോന്നുന്നു ഇരിക്കുന്നത്. നമുക്കിപ്പോഴും പ്രതീക്ഷിക്കാം ഈ ഒരു സിനിമ മലയാളം വെർഷൻ തന്നെ ആദ്യം പുറത്ത് വരുന്നു. കാരണം നമുക്ക് മലയാളം വെർഷൻ തന്നെ പുറത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഹിന്ദിയിൽ ആദ്യം വരുവാണെങ്കിൽ നമ്മൾ ഇത്രയും നല്ല രീതിക്ക് റീച്ച് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു സിനിമയാണ് ദൃശ്യം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് നല്ല രീതിക്ക് വന്നതുകൊണ്ടാണ് ഹിന്ദിയിലാണേലും മറ്റ് ഇതിലാണേലും ഈ പടം പോയത്. അപ്പം അതിൻ്റെ മൊത്തം ഒരു സംഭവം നമുക്ക് തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമ്മുടെ മലയാളത്തിലെ ഒരു അപ്ഡേറ്റ്, ഈ സിനിമയുടെ റിലീസിനെ സംബന്ധിച്ചുള്ളൊരു അപ്ഡേറ്റ് ഇനി എന്ന് വരും എന്നുള്ളൊരു കാര്യത്തിലുള്ളൊരു സംശയം. കാരണം ലാലേട്ടൻ്റെ ബാക്ക് ടു ബാക്ക് പടങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയും അടുത്തത് ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും ജോർജ് കുട്ടിയുടെ തിരിച്ചുവരവായിട്ട് മലയാളികളെല്ലാവരും വീണ്ടും കാത്തിരിക്കുകയാണ്. ആ ഒരു റിലീസ് ഡേറ്റ് ഉടനെ തന്നെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ എത്രത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.